ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ബസ്സിലാണ്. എവിടെയാണെന്നല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആഴിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ബസ്സിലാണ് യാത്ര. പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു 19 കിലോമീറ്റർ, ഒരു 35 മിനിറ്റിൽ നമുക്ക് അവിടെ എത്തും. ഈ വഴിയാണ് ബസ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയ ആഴിമലയിലേക്ക് പോകേണ്ട എൻട്രൻസിൻ്റെ ആ കവാടാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 800 മീറ്റർ നടന്നാൽ നമ്മൾക്ക് അവിടെ എത്താൻ പറ്റും. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോ വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ ഓട്ടോ എടുക്കാണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഫുൾ തേനീച്ചക്കൂടാണിത്. റോഡിൻ്റെ സൈഡിൽ മറവൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. നിറച്ചും തേനീച്ചക്കൂടുകളും നല്ല ഭയങ്കര രസമായിട്ട് ഒരു ആർക്കിടെക്ചറൊക്കെ ചെയ്ത ഒരു വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ പല കാഴ്ചകളാണ് നമ്മൾ റോഡിലേക്കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത്. ഇവിടുന്ന് പറഞ്ഞ പോലെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോ എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ ചില ബസ് ആഴിമല നമുക്ക് കാണേണ്ട ശിവന്റെ ആ സ്റ്റാച്യു ഉള്ള അതിൻ്റെ അവിടെ വരെ പോകുന്നുണ്ട്. അത് പിന്നെ എക്സാക്ട്ലി ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്വന്തം വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ദ പേ ആൻഡ് പാർക്കിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ കടകളൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ കാണാം. പിന്നെ അവിടെ വന്ന് താമസിക്കാനാണെങ്കിലും കുറച്ച് ബിൽഡിങ്ങും കുറച്ച് അങ്ങനെയുള്ള താമസ സൗകര്യങ്ങളൊക്കെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ചുറ്റുമുണ്ട്. അതൊക്കെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. നമ്മൾ നടന്നവിടെ എത്താറാവുന്നതിന് കുറച്ച് ദൂരം മുന്നേ തന്നെ നമുക്ക് ആ ശിവന്റെ വലിയൊരു സ്റ്റാച്യു നിൽക്കുന്ന കാണാം. കടലങ്ങ് ദൂരെ കാണാം. അതൊക്കെയാണ് നമ്മൾ കുറേ ദൂരത്തുനിന്ന് കാണുന്നത്. സ്റ്റാച്യുവിൻ്റെ അടുത്ത് തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള, തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പൊതുവേ കാണുന്ന തരത്തിലുള്ള അത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ മേൽക്കൂരയെ ഞങ്ങൾക്ക് കാണാമായിരുന്നു നടന്ന് അടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ അമ്പലം വലിയൊരു അമ്പലമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭഗവാന്മാരെ സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ തരത്തിൽ പൂജയൊക്കെ നടക്കുന്ന അമ്പലമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ശിവന്റെ ആഴിമല എന്ന് പറയുന്ന നമ്മൾ കുറേ അധികം കണ്ടിട്ടുണ്ടാവും. ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വലിയൊരു സ്റ്റാച്യു പണി കഴിപ്പിച്ചിരിക്കുന്ന അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രിവാൻഡ്രത്തിലെ തന്നെ പൂവാറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവാറ് പോകുന്നതിൻ്റെ വഴിക്ക് തന്നെയാണ് ആഴിമല വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ആണുള്ളെങ്കിൽ ആഴിമലയും പൂവാറും കണ്ടിട്ട് കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പോകുമ്പോൾ തന്നെ ആദ്യം ആഴിമലയാണ് വരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം അമ്പലത്തിൻ്റെ ഞങ്ങൾ അവിടെ നിന്നാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു റൂട്ട് പറയുന്നത്. അപ്പോൾ അവിടുന്ന് പോകുന്ന വഴി ആഴിമല കണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ പൂവാറ് കാണാൻ പറ്റും. അങ്ങനെയാണ്. അതിൻ്റെ സ്റ്റാച്യുവിൻ്റെ ഒരു നിൽപ്പൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അത് വലിയ കടൽ പിന്നെ കാണാൻ രസമാണോ ഇല്ലയോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കടൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ആ കടലിന് തൊട്ട് മുന്നിൽ തന്നെ ഇത്ര വലിയ ഒരു സ്റ്റാച്യു, അതുകൂടാണ്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള അമ്പലം ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. പാലാഴി കടഞ്ഞ് അമൃതെടുക്കുന്ന ഒരു സ്റ്റാച്യു ഒക്കെയാണ് ആ അമ്പലത്തിന്റെ മുകളിലുള്ളത്. അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ആ ബീച്ചിന്റെ ഒരു കർവേച്ചർ കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ റാന്ന് എഴുതിയ പോലെ നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു ആ ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു വ്യൂ പോയിന്റ് ആണ് ആ ക്ലിഫിന്റെ മുകളിൽ നിന്ന് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ താഴെ കുറച്ച് അപ്പുറത്തെ വശത്തൂടെ പോയി കഴിഞ്ഞാൽ താഴെ ഇറങ്ങാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. നല്ല തിരക്കായിരുന്നു. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കായിരുന്നു. അമ്പലത്തിനുള്ളിൽ പൂജ നടക്കുന്ന സമയത്ത് അതിനുള്ളിൽ കയറിപ്പോയി നമുക്ക് തൊഴുവൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് അവർ കുറച്ച് നേരം അമ്പലം അടച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് നല്ല രീതിയിൽ പൂജയൊക്കെ നടക്കുന്ന അമ്പലമാണ്. കുറേ അധികം ആൾക്കാർ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങ് താഴോട്ട് ഇറങ്ങി അവിടെ ഒരു ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനങ്ങളുണ്ട്. അതിലേക്കൂടെ വേണമെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം. അപ്പം ഞങ്ങൾ കുറച്ച് അപ്പുറത്തോട്ട് ഇറങ്ങി അന്ന് ബീച്ചിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പം അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ആ ബസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ വിൽക്കുന്ന ഒരു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പുറത്തിറങ്ങി ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ താഴോട്ട് ഈ വഴിയാണ് ബീച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ഇറങ്ങുന്ന വഴിയിൽ കണ്ടത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു ആൽമരത്തിന് ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഊഞ്ഞാല് പോലത്തെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ എന്താ പറയുക അതിനെ അതുപോലെയുള്ളൊരു ഇത് കെട്ടി നിറച്ചും ആ മരത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അത് കാണാൻ ഭയങ്കര രസമാണ്. കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പൂജയും പ്രാർത്ഥനേൻ്റെ ഒക്കെ ഇതായിട്ടാണ് ചെയ്യേണ്ടത്. അത് പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി അവിടെ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് താഴോട്ട് ബീച്ചിൻ്റെ അടുത്തേക്ക് ഇറങ്ങി. ബീച്ചിൻ്റെ ഒരു കളറ്
നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴും ഇപ്പുറത്തെ വശത്ത് വന്ന് അടുത്ത് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എന്താ ആ കളറിൻ്റെ ഒരു രസം അല്ലേ. അപ്പം നിങ്ങൾക്ക് ആഴിമലയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്